നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു നല്ല മസാലക്കറി വയ്ക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണല്ലോ മസാലക്കറി. ഒരു 90% ആൾക്കാർക്കും മസാലക്കറി ഇഷ്ടമാണ്. 10% ആൾക്കാരാണ് അത് ഇഷ്ടപ്പെടാത്തവരുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വയ്ക്കേണ്ട മസാലക്കറി സോയ ചങ്ക്സ് ആണ് കേട്ടോ. സോയ ചങ്ക്സ് ഉണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയത്. അപ്പം നമുക്കിതിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വയ്ക്കാം. ഞാൻ ഒരു ഗ്ലാസ് എടുക്കണം. ഇത് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. ചെറുതായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളത്തിലേക്ക് കഴുകിയിട്ട് ഇടാം കേട്ടോ. പൊടി എണ്ണി പോകാനാണ് കഴുകിയത് കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പിടാം, കല്ലുപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഇളക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേവട്ടെ. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഓഫാക്കാം. തിളച്ചപ്പോൾ വാങ്ങി വെച്ചു കേട്ടോ. നമുക്കിതൊന്ന് കോരി വെക്കാം കേട്ടോ. ഇതിന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇപ്പോഴേ നമുക്ക് ചൂടാറി കഴിയുമ്പോൾ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം കളയാം. ഇപ്പോൾ ചൂടാറി കേട്ടോ. ഇനി പിഴിയാം. നോക്കൂ, കണ്ട. ഇനി പിഴിയുമ്പോൾ അതിനുള്ളിലുള്ള വെള്ളം പോകും. ഇങ്ങനെ ഫുള്ളും നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് വെക്കാം. ഇത് ചെറിയതാണ് കേട്ടോ. പലതരം ഉണ്ട്. വലുതുണ്ട്. വലുതുള്ളതാണെങ്കിൽ നമ്മൾ മുറിച്ച് ചെറുതാക്കണം. ഇത് മുറിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പാകം വലുപ്പമാണ് കേട്ടോ. മുഴുവൻ പിഴിഞ്ഞ് വെച്ചു. നോക്കൂ, ഇതിലേക്ക് ആവശ്യമുള്ള സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചു. ചീനച്ചട്ടിയിൽ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, എല്ലാം പിഴിഞ്ഞ് വെച്ചതാണ്. പച്ചമുളക് 2 കീറി വെച്ചു. വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ പൊടിയാക്കി വെച്ചു. സവാള അരിഞ്ഞു വെച്ചു. കറിവേപ്പില, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചു കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ആദ്യം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇഞ്ചി അതുപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതിട്ടു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് വറവാവട്ടെ. ഇനി പച്ചമുളക് ഇടാം. 2 പച്ചമുളകാണ് ഞാൻ കീറി വച്ചിരിക്കുന്നത്, അതിട്ടു. ഇനി സവാള ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടണ വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് ഉപ്പിടാം നമുക്ക്. ഉപ്പിട്ടാൽ സവാള വേഗം വഴന്ന് കിട്ടൂത്രേ. പൊടി ഉപ്പിടാം. വീണ്ടും ഇളക്കാം. 2 കറിവേപ്പില ഊരിയിടാം കേട്ടോ. കറിവേപ്പില ഇട്ടോ. വീണ്ടും ഇളക്കാം. ഇപ്പോൾ ഒരുവിധം വഴന്നുണ്ട് കേട്ടോ. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വീണ്ടും ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇടാം കേട്ടോ. ചെറുതാക്കി നുറുക്കിച്ച് തക്കാളി ഇടാം. അത് നന്നായിട്ട് ഇത് കിടന്നിട്ടൊന്ന് വഴന്ന് വെന്ത് കിട്ടട്ടെ. ഇതൊരു വിധം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക്
2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം മഞ്ഞൾപ്പൊടിയായി. മല്ലിപ്പൊടി 2.5 ടീസ്പൂണായി. ഇനി മുളക് പൊടി ഇടാം. എരിവ് കുറവിന് കാശ്മീരി ചില്ലി ഇടാൻ പോവാട്ടോ. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഇട്ടു. ഇളക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർന്നു. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി ഇടണം. മസാലപ്പൊടി ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചേക്കണതാണ്, 1 ടീസ്പൂൺ ഇട്ടു. ഇളക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി ചേർക്കുക. അത് കഴിഞ്ഞ് നമുക്കതിലിത്തിരി കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് തോന്നണം എനിക്ക് കേട്ടോ. വെള്ളം തീരെ കുറവാണ്. ഒരു വിധമായിട്ടുണ്ട്. അര വേണ്ട, ഒരിത്തിരി വെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ച് ചൂടുള്ള വെള്ളമാണ്, തിളപ്പിച്ച വെള്ളം ഇരുന്നിരുന്നില്ല. ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു. ഒന്ന് ലൂസാക്കിയിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കാം. നന്നായിട്ട് ഇളകി ഇനി അതിലേക്ക് നമുക്ക് സോയ ഇടാം. ഇട്ടു. നന്നായിട്ട് ഇളക്കാം. ഇപ്പം മസാലയൊക്കെ എല്ലായിടത്തും യോജിക്കട്ടെ. എന്നിട്ട് ഇത് കുറച്ച് നേരം അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചാൽ സോയയിൽ ഉപ്പ്, മുളക്, മസാല ഒക്കെ ചേരും. അടിപൊളി ഒരു കറിയാവും. മസാല, സോയ മസാല, ഇതൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാൻ പോകാം കേട്ടോ. കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇട്ടു. ഇനി എന്താണെന്നറിയോ, ഇത് തക്കാളിയുടെ സോസില്ലേ, അതാണ് കേട്ടോ. ടൊമാറ്റോ സോസ്. ഇതെവിടെ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഇപ്പം തന്നെ ടൊമാറ്റോ സോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ഇടാൻ തോന്നണം എനിക്ക് കേട്ടോ. ഈ സോസ് ഞാൻ മുഴുവനായിട്ട് ഒഴിക്കാൻ പോവാം കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ സോസ് ഉണ്ട്, അതൊക്കെ ഒഴിച്ചു. ഇനി ഒരു ലേശം പഞ്ചസാര ഇടാം കേട്ടോ. ചെറിയൊരു മധുരം ഉണ്ടാവും. ഓക്കെ, ഇനി ഇളക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. മല്ലിയില കഴുകിയെടുത്തിട്ട് കുഞ്ഞാക്കി അരിഞ്ഞ് ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓഫാക്കി കേട്ടോ. ഇനി മിക്സ് ചെയ്താൽ മതി. അപ്പം ലാസ്റ്റ് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി പഞ്ചസാര ഇട്ടു, പിന്നെ മല്ലിയില ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി അടച്ച് വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അതിനുള്ളിലിരുന്ന് മൂടിയാവുമ്പോൾ ആ ടേസ്റ്റ് കൂടും. നമുക്ക് നോക്കണ്ടേ? നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. സൂപ്പറാ, സൂപ്പർ 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 അല്ലയോ? നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യാസം ഉണ്ടോ? എന്നിട്ടോ സോസ് ഒഴിച്ചിട്ടുണ്ട്. സോസിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. നല്ല സ്വാദുണ്ട്. ചോറുണ്ടാവോ? ചോറ് കുറച്ച് വെച്ചു. ചോറായിട്ടില്ല കേട്ടോ, അതാവട്ടെ. ഇത് വെറുതെ കഴിക്കാൻ സ്വാദുണ്ട്. അതെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമാണ്. എന്താ പറയുന്നത്, സോയ
മസാല. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഉണ്ടാക്കൂട്ടോ. കുറേ തരത്തിൽ ഉണ്ടാക്കാം. ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. സോസ് ഒഴിച്ചിട്ടുണ്ട്, ലേശം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. സോസിൻ്റെ ചെറിയ മധുരപ്പുണ്ട്. ഉണ്ടാ മസാല മത്തങ്ങ, നെല്ലിക്ക. മത്തങ്ങ സൂപ്പറാണ്. മത്തങ്ങ സൂപ്പറാണ്. എൻ്റെ പൊന്നേ, ഇഷ്ടമായോ? അടിപൊളി അടിപൊളി അടിപൊളി. മതി മതി. മതി മതി മത്തങ്ങ കൂട്ടാൻ വേണോ? മതി മതി. വേണ്ട മത്തങ്ങ വേണ്ടല്ലേ? മത്തങ്ങ മധുരം, മറ്റേ മസാല ഇത് അടിപൊളി. മത്തങ്ങ രാജൻ്റെ ഭയങ്കര ഇഷ്ടമാണ് മസാല കറി. എനിക്കിഷ്ടം മത്തങ്ങ കേട്ടോ, മസാലയേക്കാളും ഇഷ്ടമുണ്ട്. എന്നാലും ആൻഡ് നെല്ലിക്ക അത് ഹെൽത്തി സാധനം. എല്ലാം ഹെൽത്തി തന്നെയാണ് കേട്ടോ. അടിപൊളി. ഞാൻ മല്ലിയില കറിവേപ്പില എടുത്ത് കരിവേപ്പില ഇട്ടുണ്ട് ഞാൻ, പിന്നെ മല്ലിയില ഇട്ടു. സ്വാദിൻ്റെ അല്ല, പിന്നെ മധുരമുണ്ട് അതിന് സോസിൻ്റെ. നമ്മൾ ആദ്യം സോസ് ഒഴിക്കാറില്ല, എന്ന് സോസ് ഒഴിച്ചു. ഈ സോസ് ഉണ്ടാക്കിയത് ഞാൻ തന്നെ. ഞാൻ ജയശ്രീത് ഇപ്പം പെട്ടെന്നൊരു സോസ് ഉണ്ടാക്കിയതാ. എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? പറഞ്ഞതാട്ടോ. എടുത്തുവാ. പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തങ്ങ കേട്ടോ. മത്തങ്ങ കഴിച്ചിട്ടാണ് പിന്നെ സോയാബീനൊക്കെ. ഈ സോയാബീൻ സത്തെല്ലാം പോയി ഓൾറെഡി പോയിട്ടുണ്ട്. എങ്കിലും അതിൽ വേറെയും കുറേ നല്ല നല്ല സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ? അപ്പോൾ ആൾക്കാർ പറയുന്നത് ഇത് വെറുതെ അരച്ച് ഇത് ചണ്ടിയാണ്, ഇതിനൊന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഉണ്ട്. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പോൾ ഇഷ്ടമായോ? എനിക്കിഷ്ടമായി. മതി. കളറാ കൂട്ടാൻ.